സോ ഹലോ ഓൾ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ് നമ്മുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഓരോ എക്സാംസിൽ പോലും അതിപ്പോൾ PSC, SSC, RRB, UPSC ആണെങ്കിൽ പോലും ഇംഗ്ലീഷ് വിട്ടൊരു കളിയില്ല. പക്ഷെ ചിലർക്കെങ്കിലും ഇംഗ്ലീഷ് ലൈഫിൽ ചെറിയൊരു വില്ലനാ. ചിലർക്ക് മാത്സ് ആയിരിക്കും, ഇപ്പം എനിക്ക് മാത്സാ. പക്ഷെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇനി തൊട്ടൊരു വില്ലനല്ല. നമ്മൾ ഇംഗ്ലീഷിൽ ഈ ചാലഞ്ച് വീഡിയോസ് ഇവിടെ ചെയ്യാൻ പോവാം. ഇവിടെ നമ്മൾ PYQ, അതിൻ്റെ കോൺസെപ്റ്റ്സ്, എക്സ്പ്ലനേഷൻ, ഡിസ്ക്രിപ്ഷൻ എല്ലാം നമ്മൾ അടിപൊളിയായിട്ട് തന്നെ വർക്ക്ഔട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇംഗ്ലീഷിൻ്റെ പേടി മാറ്റാം, ഒപ്പം നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യുകയും ചെയ്യാം. എന്നാൽ നമുക്ക് ഇംഗ്ലീഷ് ചാലഞ്ച് ഡേ 1 വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രമ ആസ് വെൽ ആസ് മോഹൻ ഡാഷ് പാസ്റ്റ് ദി എക്സാം എന്നാണ് അല്ലേ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഈ ഒരു കോൺസെപ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ്. നിങ്ങൾ ചിലപ്പോൾ ഈ കോൺകോഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഇവിടെ ഹാസ് ആണോ ഹാവ് ആണോ എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് എലിമിനേഷൻ പ്രോസസ്സ് നോക്കാം. നിങ്ങളത് നോക്കിക്കേ, ഹാവ്, ഹാസ്, ഈസ്, വാസ്. ഈസ് പാസ്റ്റ് ദ എക്സാം എന്നും വാസ് പാസ്റ്റ് ദ എക്സാം എന്നും നോർമലി പറയാറില്ല. കാരണം ഈ ഈസും വാസും കഴിഞ്ഞാൽ നോർമലി ING വരിക. അപ്പം ഇത് രണ്ടും അല്ല എന്ന് നമുക്ക് ആദ്യമേ ഉറപ്പായി. ഇനി നമ്മളെ കൊടുക്കുന്ന സാധനം ഹാവും ഹാസും ആണ്. അപ്പോൾ നമ്മളെ സ്വാഭാവികമായിട്ടും പഠിപ്പിച്ചേക്കുന്നത് 2 പേര് വന്നാൽ ഹാവ് ആയിരിക്കും എന്നാണ്. അപ്പോൾ ഒരിക്കലും ചാടി കയറി ഹാവ് എഴുതരുത്, കാരണം ഇത് കുറച്ച് ട്രിക്കിയാണ്. സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഇത് കണ്ടോ, ആസ് വെൽ ആസ് എന്നുള്ളത്. ഇങ്ങനെ ഒരു വേർഡ് വന്നാൽ നമ്മൾ എപ്പോഴും ആദ്യത്തെ അതായത് സബ്ജക്റ്റാണ് നോക്കേണ്ടത്. അതായത് ആദ്യത്തെ ഈ ഒരു സംഭവം കോൺസെപ്റ്റ്. അപ്പോൾ ആദ്യം ഇവിടെ ഏതാ, രമ എന്നുള്ളതാണ്. അപ്പോൾ രമ എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? നമുക്ക് എല്ലാവർക്കും അറിയാം സിംഗുലർ ആണ് എന്നുള്ളത്. അപ്പോൾ ഈ ആസ് വെൽ എസ് എന്നുള്ള ഈ ഒരു വേർഡ് വന്നാൽ നമ്മുടെ വേർബ് എപ്പോഴും ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ടാണ് അഗ്രിമെൻറ്റ് നടത്തുക. അതാണ് സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് രമയാണ്. രമ എന്താണ്, സിംഗുലർ ആണ്. നമ്മൾ ഇവിടുത്തെ കാര്യം നോക്കാൻ വേണ്ട, ഇവിടെ എന്തും ആയിക്കോട്ടെ ഫസ്റ്റ് സബ്ജക്റ്റ് നോക്കിയാൽ മതി, കാരണം ഇവിടെ ആസ് വെൽ എസ് വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രമ സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ ഏതാണ്, ഹാസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സോ രമ ആസ് വെൽ ആസ് മോഹൻ ഹാസ് പാസ്ഡ് ദി എക്സാം. ഈ ആസ് വെൽ ആസ് പോലെ തന്നെയാണ് മറ്റൊരു വേർഡാണ് ടുഗെദർ, എലോങ് വിത്ത് എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദ പ്രൈം മിനിസ്റ്റർ എലോങ് വിത്ത് ദ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഈസ് കമ്മിങ് ആണ്, കാരണം പ്രൈം മിനിസ്റ്റർ സിംഗുലർ ആണ്. അല്ലെങ്കിൽ ദ പ്രൈം മിനിസ്റ്റർ ടുഗെദർ വിത്ത് ദ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാലും സിംഗുലർ ആണ്, കാരണം നമ്മൾ പ്രൈം മിനിസ്റ്ററിനെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ കോൺസെപ്റ്റ്, കോൺകോഡ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ് എന്നുള്ളത്. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ A to Z എന്നുള്ള ഒരു ഇംഗ്ലീഷ് കോഴ്സ് ഇപ്പം ആപ്പിൽ അവൈലബിൾ ആണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ്സ്, അതിൻ്റെ ക്ലാസ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 100ഓളം മോഡൽ എക്സാംസ് എല്ലാം വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. യെസ്, നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം അല്ലേ. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ ടു ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. നമുക്കറിയാം ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച്, ഈ അവിടെ കേട്ടത് ഇവിടെ പറയുന്ന കാര്യം. സോ ഹി ടോൾഡ് മീ ഐ ഫിനിഷ്ഡ് ദി വർക്ക് യെസ്റ്റർഡേ ഇറ്റ് സെൽഫ് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം റിപ്പോർട്ടഡ് സ്പീച്ചിൽ പ്രസൻ്റ് ആണെങ്കിൽ അത് പാസ്റ്റിലേക്കാക്കാം, പാസ്റ്റ് ആണെങ്കിലോ അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്കാക്കാം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് നോക്കിക്കേ, ഫിനിഷ്ഡ് എന്നുള്ളതാണ്, അത് പാസ്റ്റ് ആണ്. പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് വേണം നമ്മൾ കൺവേർട്ട് ചെയ്യാൻ അല്ലേ. അപ്പോൾ യെസ്, അപ്പോൾ ഹീ ടോൾഡ് മീ ഐ ഫിനിഷ്ഡ് ദ വർക്ക് യെസ്റ്റർഡേ ഇറ്റ് സെൽഫ്. നമുക്ക് നോക്കാം, ഹീ ടോൾഡ് മീ ദാറ്റ് ഐ ഫിനിഷ്ഡ്. നമുക്കറിയാം റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുമ്പം ഐ ഒന്നും അതേപോലെയല്ല വരിക, നേരെ അങ്ങ് തിരിഞ്ഞ് എന്താകും, ഹീ ആകും. അപ്പോൾ ഇതല്ല എന്ന് നമുക്കറിയാം. ഇനി ഹീ ടോൾഡ് മീ ദാറ്റ് ഹീ, കണ്ടോ, ഹീ ഹാഡ് ഫിനിഷ്ഡ് ദ വർക്ക് ദ പ്രീവിയസ് ഡേ ഇറ്റ് സെൽഫ്. നമുക്കതവിടെ വെക്കാം. അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. ഹീ ടോൾഡ് മീ ദാറ്റ് ഹീ ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക് ദ പ്രീവിയസ് ഡേ ഇറ്റ് സെൽഫ്. ഹീ ടോൾഡ് മീ ദാറ്റ് ഹി ഫിനിഷ്ഡ് ദ വർക്ക് ദ പ്രീവിയസ് ഡേ ഇറ്റ് സെൽഫ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എലിമിനേഷൻ പ്രോസസ്സ് നോക്കിയാൽ A അല്ല എന്നുള്ളത് ഉറപ്പാണ്, കാരണം Aയിൽ I എന്നാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മളെ കുഴപ്പിക്കുന്നത് ഓപ്ഷൻ B, C, D ആയിരിക്കും അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളത്. അപ്പം ഹീ ഫിനിഷ്ഡ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് എന്താ, പാസ്റ്റ് പെർഫെക്റ്റ് ആക്കാൻ ഒന്നുമില്ല, ഒരു ഹാഡ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, ഹീ ടോൾഡ് മീ ദാറ്റ്, നമ്മുടെ ഓപ്ഷൻ B, ഹീ ഹാഡ് ഫിനിഷ്ഡ്. ഹാസ് ഫിനിഷ്ഡ് എന്ന് വരുമോ, കാരണം ഹാസ് പാസ്റ്റ് പെർഫെക്റ്റ് അല്ല, ഹാസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഹീ ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് ക്വസ്റ്റ്യനുമായിട്ട് എന്താ വ്യത്യാസം?
അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാ? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ എപ്പോഴും റിപ്പോർട്ടഡ് സ്പീച്ചിൽ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് സ്പീച്ചിൽ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് പാസ്റ്റ് ആക്കുക. ഇതുപോലെ പാസ്റ്റ് ആണെങ്കിൽ എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുക. അപ്പോൾ ഹീ ഫിനിഷ്ഡ് എന്നുള്ളത് ഐ ഫിനിഷ്ഡ് എന്നുള്ളത് എന്താകും? ഹീ ഹാഡ് ഫിനിഷ്ഡ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു കോൺസെപ്റ്റ്, നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ളത്. നമുക്കിനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, ആഡ് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഇതിനകത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ലെറ്റ് us have a cup of tea. നമുക്കൊരു ചായ കുടിച്ചാലോ എന്നുള്ളത്. നമുക്കറിയാം പൊതുവേ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു റൂൾ എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും ടാഗ്, പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും ടാഗ്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഡൗട്ടാണ് അല്ലേ? ലെറ്റ് us have a cup of tea. അതായത് ഇതെന്താ ശരിക്കും? ഒരു സജഷനാണ് ചോദിക്കുന്നത് അല്ലേ? നമുക്കൊരു ചായ കുടിച്ചാലോ എന്നുള്ളത്. ഇതിലധികം ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഈ ലെറ്റ് അസ് എന്ന് കണ്ടാൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ ടാഗേ വരുള്ളൂ. ഏതാണ്? ഷാൽ വി. ഇനി അധികം ഒന്നും തല പുകഞ്ഞ് ആലോചിക്കേണ്ട, വേറെ ഒന്നും വരില്ല. ലെറ്റ് അസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാൽ വി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോടൊരു സജഷൻ ചോദിക്കാം, നമുക്കൊരു സിനിമ കാണാൻ പോയാലോ? ലെറ്റ് us ഗോ ഫോർ എ മൂവി. അല്ലെങ്കിൽ നമുക്ക് ഒരു ട്രിപ്പിന് പോയാലോ? ലെറ്റ് us ഗോ ഫോർ എ ട്രിപ്പ്. എല്ലാം എന്തായിരിക്കും? ഷാൽ വി എന്നായിരിക്കും. ആ കോൺസെപ്റ്റ് അങ്ങ് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ലെറ്റ് us എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? ടാഗ് എന്തായിരിക്കും? ഷാൽ വി. അവിടെ പിന്നെ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും നിങ്ങൾ നോക്കേണ്ട ഒരാവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ? ലെറ്റ് us എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? ഷാൽ വി. കണ്ണും പൂട്ടി കൊടുത്തോളുക. ഓപ്ഷൻ ബി എന്താണ്? ഷാൽ വി. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അല്ലെങ്കിൽ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാം. യെസ്, എന്താണ് നമ്മുടെ അടുത്ത കോൺസെപ്റ്റ്? ചേഞ്ച് ദ ഫോളോയിങ് ഇൻ ടു സൂപ്പർലേറ്റീവ് ഡിഗ്രി. നമുക്കറിയാം 3 ഡിഗ്രി ഉണ്ട്: പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്താണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാനാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്താ പറയുക ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മലാക്ക ഈസ് ആൻ ഓൾഡ് ടൗൺ ഇൻ മലേഷ്യ. ഇതെന്ത് ഡിഗ്രിയാണ്? സാധാ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഇതാണ് എന്ത്? പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്ന പോസിറ്റീവിനെ നമ്മൾ സൂപ്പർലേറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യാണ് വേണ്ടത്. നമുക്കറിയാം സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ എപ്പോഴും അറ്റ് മോസ്റ്റ് എന്നാണ് പറയുന്നത്. എപ്പോഴും സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ മുന്നിൽ ഒരു ദ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ദ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ, മലാക്ക ഈസ് ഓൾഡർ ദാൻ എനി അതർ ടൗൺസ് ഇൻ മലേഷ്യ. എലിമിനേഷൻ. ഇതിനകത്ത് ദ എന്ന് പറയുന്ന ഒരു വേർഡ് വരുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ആർട്ടിക്കിൾ അതിനകത്ത് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതല്ല. മലാക്ക ഈസ് നോട്ട് സോ ന്യൂ സിറ്റി. ഇവിടെ ദ അല്ലെങ്കിൽ ദി എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ വരുന്നില്ല. ഇനി അടുത്തത്, നൺ ഓഫ് ദി ടൗൺസ് ഇൻ മലേഷ്യ ഈസ് ആസ് ഓൾഡ് ആസ് മലാക്ക. ഇവിടെ ദ വരുന്നുണ്ട്. തൽക്കാലം ഈ ഓപ്ഷൻ ഇവിടെ ഇരിക്കട്ടെ, അടുത്തതിലേക്ക് നമുക്ക് പോകാം. മലാക്ക ഈസ് ദി ഓൾഡസ്റ്റ് ടൗൺ ഇൻ മലേഷ്യ. അപ്പം ഈ എയും ബിയും അല്ല നമുക്ക് മനസ്സിലായി. ഇനി നമ്മളെ കുഴപ്പിക്കുന്നത് സിയും ഡിയുമാണ്. കാരണം ഇതിലും ദ ഉണ്ട്, ഇതിലും ദ ഉണ്ട്. നമുക്ക് സി നോക്കാം. നൺ ഓഫ് ദി ടൗൺസ് ഇൻ മലേഷ്യ ഈസ് ആസ് ഓൾഡ് ആസ് മലാക്ക. അതായത് മലാക്കയുടെ അത്ര ഓൾഡ് മറ്റൊരു ടൗണും മലേഷ്യയിൽ ഇല്ല എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? മലാക്ക ഈസ് ആൻ ഓൾഡ് ടൗൺ ഇൻ മലേഷ്യ. മലേഷ്യയിലെ ഒരു ഓൾഡ് ടൗൺ ആണ് മലാക്ക എന്നുള്ളത്. അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് വരുമ്പം പക്ക മലയാളത്തിൽ പറഞ്ഞാൽ മലാക്കയാണ് ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള സിറ്റി മലേഷ്യയിൽ. ഈ അർത്ഥം വരണം. ഈ അർത്ഥം വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാ? എന്തായാലും ഇതല്ല. ഇനി ഫോർത്ത് വൺ, മലാക്ക ഈസ് ദ ഓൾഡസ്റ്റ് ടൗൺ ഇൻ മലേഷ്യ. മലേഷ്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ടൗൺ മലാക്കയാണ്. പോരാത്തതിന് ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ദ എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഓൾഡ് എന്നുള്ളതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോം ആണ് എന്ത്? ഓൾഡസ്റ്റ്. അതിൻ്റെ കമ്പാരിറ്റീവ് ഫോം എന്താണ്? ഓൾഡർ എന്നായിരിക്കും. കമ്പാരിറ്റീവ് ഫോം ആണെങ്കിൽ മറ്റൊന്നുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ജാക്ക് ഈസ് എ ടോൾ ബോയ്. ജാക്ക് ഒരു ടോൾ ബോയ് ആണ്. ഇനി നമുക്ക് ജാക്കിനെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യാം, ജോണുമായിട്ട് കമ്പയർ ചെയ്യാം. ജാക്ക് ഈസ് ടോളർ ദാൻ ജോൺ എന്നായിരിക്കും. ഇനി നമുക്ക് പറയണം ജാക്കാണ് ഏറ്റവും ഹൈറ്റ് ഉള്ള ആൾ അല്ലെങ്കിൽ ഏറ്റവും ടോൾ ആയിട്ടുള്ള ആൾ. ജാക്ക് ഈസ് ദ ടോളസ്റ്റ്. അപ്പോൾ ടോൾ, ടോളർ, ടോളസ്റ്റ്. പോരാത്തതിന് ദ എന്ന് പറഞ്ഞൊരു വേർഡ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി, ദ ഓൾഡസ്റ്റ് ടൗൺ ഇൻ മലേഷ്യ എന്നായിരിക്കും. ഓക്കെ,
ഇതാണ് നമ്മളുടെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫോം. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെ എടുക്കാം. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് ഇത് പോസിറ്റീവ് ഡിഗ്രിയാണ് അല്ലേ. സോ മലാക്ക ഈസ് ആൻ ഓൾഡ് ടൗൺ ഇൻ മലേഷ്യ. ഇനി ഇത് വേണം നമുക്ക് കമ്പയർ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മലാക്ക എന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിംഗപ്പൂരിനേക്കാളും ഓൾഡ് ആണ് എന്നെങ്ങനെ പറയാം? മലാക്ക ഈസ് ഓൾഡർ ദാൻ സിംഗപ്പൂർ എന്നായിരിക്കും വരിക. എന്താണ്? ഓൾഡർ ദാൻ. കമ്പാരിറ്റീവിൽ എപ്പോഴും ഒരു ദാൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരും. മലാക്ക ഈസ് ഓൾഡർ ദാൻ. അപ്പോൾ ഓൾഡ് എന്നുള്ളതിൻ്റെ കമ്പാരിറ്റീവ് ഫോമാണ് ഓൾഡർ. ഇനി മലാക്കയാണ് ഏറ്റവും ഓൾഡസ്റ്റ് എന്നാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? മലാക്ക, അതാണ് ഈ ഓപ്ഷൻ. മലാക്ക ഈസ് ദ ഓൾഡസ്റ്റ് എന്നാണ്. അപ്പോൾ ഓൾഡ്, ഓൾഡർ, ഓൾഡസ്റ്റ്, പോരാത്തതിന് ദ ഓൾഡസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവം. വളരെ സിമ്പിളാണ്, പ്രാക്ടീസ് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാം അല്ലേ. യെസ്, അടുത്തൊരു കോൺസെപ്റ്റാണ്. ഐ വുഡ് ഗോ ആൻഡ് മീറ്റ് ഹിം ഇഫ് ഹി ഡാഷ് മീ. ഇതേതാ കോൺസെപ്റ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഏതാണ് ഈ കോൺസെപ്റ്റ്? നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു വേർഡ് ഇവിടെ കിടക്കുന്നുണ്ടോ? നമുക്കറിയാം, നമുക്ക് പരിചയമുള്ള ആൾ തന്നെയാണ് ഈ വ്യക്തി, ഇഫ് എന്നുള്ളത്. ഇഫ് ക്ലോസ് എന്നൊക്കെ നമുക്കറിയാം അല്ലേ. 3 കണ്ടീഷൻസ് ആണുള്ളത്. നമുക്ക് വില്ല്, വുഡ്, അതേപോലെ തന്നെ വുഡ് ഹാവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് എവിടെയൊക്കെയോ അത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കതൊന്നും കൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഏതാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. 3 തരത്തിലുള്ള കണ്ടീഷൻസ് ആണ് ഉള്ളത് അല്ലേ. അതായത് ഇപ്പം എനിക്ക് പറയണം, നീ എക്സാമിന് പഠിച്ചാൽ നീ പാസ്സാകും എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഞാനൊരു എക്സാമ്പിൾ നമുക്ക് തുടങ്ങാം. നീ എക്സാമിന് പഠിച്ചാൽ നീ പാസ്സാകും. അപ്പം ഇഫ് യു സ്റ്റഡി, അതായത് ഇഫ് യു സ്റ്റഡി എന്തായിരിക്കും? യു വിൽ പാസ്. നമ്മൾ ഫ്യൂച്ചറിലൊരു കാര്യം പറയുകയാണ്, സംഭവിക്കാവുന്ന ഒരു കാര്യം. നീ പഠിച്ചാൽ നീ പാസ്സാകും എന്നുള്ളത്. ഇനി അടുത്തത്, രണ്ടാമത്തത്, നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്. ഈ കാര്യം നടന്നിട്ടില്ല, പക്ഷെ എന്നാലും നമ്മൾ ആലോചിക്കുകയാണത്. അപ്പോൾ ഇവിടെ എന്താകും? ഇഫ് യു സ്റ്റഡി എന്നുള്ളതിൻ്റെ പാസ്റ്റ് എടുക്കുക. ഇഫ് യു സ്റ്റഡീഡ്, അപ്പോൾ യു, അപ്പോൾ ഈ വില്ല് ഇവിടെ കൺവേർട്ട് ആകും. എന്താകും? വില്ലിൻ്റെ പാസ്റ്റ് നമുക്കറിയാം എന്താണ്? വുഡാണ്. യു വുഡ് പാസ്. അത് ഇത് സംഭവിച്ചിട്ടില്ല, പക്ഷെ നമ്മളത് ഇമാജിൻ ചെയ്യാണ് ഫ്യൂച്ചറിലെ ഒരു കാര്യം. ഇനി അടുത്തത്, നമ്മളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ റിഗ്രറ്റ് ചെയ്യില്ല, പഠിച്ചിരുന്നെങ്കിൽ പാസ്സായേനെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇത് പോസിബിൾ ആണ്, ഇത് പ്രൊബബിൾ ആണ്, ഇതെന്താണ്? ഇംപോസിബിൾ ആണ് എന്നുള്ളതാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇഫ് യു ഇവിടെ എന്താകും? പാസ്റ്റ് പെർഫെക്റ്റ് ആകും. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് എന്നാകും. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഇവിടെ എന്താകും? യു വുഡ് ഹാവ്. യു വുഡ് ഹാവ്. ഇനി ഇവിടെ എഴുതേണ്ടത് V3 ആണ്, പാസ്റ്റ്. യു വുഡ് ഹാവ് പാസ്റ്റ്. ഇതാണ് ആ 3 കണ്ടീഷൻ. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. അപ്പോൾ ഇവിടെ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇവിടെയും അതേപോലെ തന്നെ വിൽ. പിന്നെ ഇവിടെ നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ്, അപ്പോൾ നമ്മളിവിടെ വില്ലിൻ്റെ പാസ്റ്റ് വുഡ് യൂസ് ചെയ്യുന്നു. പിന്നെ ഇവിടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ്, അവിടെ പാസ്റ്റ് എന്നുള്ളത് V3 ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് നോക്കാം ഇത് ഏതാ ക്ലോസ് എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇഫ് ക്ലോസിൽ ഇത് എത്രാമത്തെ ക്ലോസ് ആണ്? 1 ആണോ 2 ആണോ 3 ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ഐ വുഡ് ഗോ ആൻഡ് മീറ്റ് ഹിം ഇഫ് ഹി ഡാഷ് മീ. തല തിരിച്ചാട്ടോ ചോദിച്ചേക്കുന്നത്. ഇപ്പം ഞാൻ എഴുതിയ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ ആദ്യം ഇഫ് ആണ് എഴുതിയത്, പക്ഷെ ഇവരൊന്ന് ജസ്റ്റ് തല തിരിച്ച് ചോദിച്ചു എന്നേ ഉള്ളൂ, ഒന്ന് ഇൻവേഴ്സ് ഫോം ആക്കിയെന്നേ ഉള്ളൂ. ബട്ട് നോ പ്രോബ്ലം. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്കിതാ വുഡ് എന്നൊരു വാക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ വുഡ് എന്നുള്ളത് ഏത് സെൻറ്റൻസിലാണ് വരുന്നത്? വുഡ്. യെസ്, എൻ്റെ സെക്കൻഡ് ക്ലോസിലാണ്, സെക്കൻഡ് ഇഫ് ക്ലോസ് സ്റ്റേറ്റ്മെൻറ്റിലാണ് വുഡ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വേർഡ് നമ്മൾ നോട്ടീസ് ചെയ്തു. അപ്പോൾ ഈ വുഡ് എന്നുണ്ടെങ്കിൽ ഞാനിവിടെ എഴുതിയത് എന്താണ്? പാസ്റ്റാണ്. സ്റ്റഡിയുടെ പാസ്റ്റാണ് ഞാൻ എഴുതിയത്. സ്റ്റഡിയുടെ പാസ്റ്റ് ഏതാണ്? സ്റ്റഡീഡ് എന്നുള്ളതാണ്. അപ്പോൾ വുഡ് ആണെങ്കിൽ നമ്മളിവിടെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? പാസ്റ്റാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് അല്ലേ. ആ സമയത്ത് വുഡ് ഹാവ് എന്നാണെങ്കിൽ നമ്മളിവിടെ പാസ്റ്റ് മാത്രം പോരാ, അതിന് മുന്നേ ഒരു ഹാഡിനെ കൊടുക്കണം. പക്ഷെ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ വുഡ് ഹാവ് എന്ന് ചോദിച്ചിട്ടില്ല, വുഡെന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഐ വുഡ് ഗോ ആൻഡ് മീറ്റ് ഹിം ഇഫ് ഹി ഡാഷ് മീ. അപ്പം നമുക്കറിയാം ഇൻവൈറ്റ് എന്നുള്ളതാണ് വേർബ്. ഇനി നമുക്ക് നോക്കാം, ഇൻവൈറ്റ്
വരില്ല. ഇവിടെ സ്റ്റഡി എന്ന് വന്നപ്പോൾ എന്താ, ഇവിടെ വില്ലാണ് വന്നത്. അപ്പോൾ വുഡ് എന്നാകുമ്പോൾ ഇവിടെ എന്തായിരിക്കണം, പാസ്റ്റ് ആവണം. ഇൻവൈറ്റഡ് അല്ലേ, എന്താണ്, ഇൻവൈറ്റഡ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ കൂടെ നോക്കാം. ഇൻവൈറ്റ്സ് എന്നുള്ളതും വരില്ല, കാരണം ഇൻവൈറ്റും ഇൻവൈറ്റ്സും എന്താണ്, പ്രസന്റ് ഫോം തന്നെയാണ്. ഹാഡ് ഇൻവൈറ്റഡ് അതൊരിക്കലും വരില്ല, കാരണം ഹാഡ് ഇൻവൈറ്റഡ് എന്നൊക്കെ പറയുമ്പം വുഡ് ഹാവ് എന്ന് വരണമായിരുന്നു. ഇവിടെ വുഡ് ഹാവ് എന്നില്ല, വുഡ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വുഡ് എന്ന് മാത്രമാകുമ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്, പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ V2 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഇൻവൈറ്റിൻ്റെ V2 ഏതാണ്, ഇൻവൈറ്റഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. 3 തരത്തിലുള്ള ഇഫ് ക്ലോസ് ആണ്. ഫസ്റ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ എന്താ, പ്രസന്റ് ടെൻസ് പ്ലസ് വില്ലാണ് യൂസ് ചെയ്യുക. സെക്കൻഡ് എന്ന് പറയുമ്പം പാസ്റ്റ് ടെൻസ് പ്ലസ് വില്ലിൻ്റെ പാസ്റ്റ് വുഡാണ് യൂസ് ചെയ്യുക. തേർഡ് എന്ന് പറയുമ്പം എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, അതായത് ഹാഡ് പ്ലസ് V3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും, അവിടെ വുഡ് മാറ്റിയിട്ട് വുഡ് ഹാവ് പ്ലസ് V3 എന്ന് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അതായത് ഇവിടെയും V3 തന്നെയാണ് കേട്ടോ, ഇവിടെയും V3 അവിടെയും V3 തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം. അടുത്ത കോൺസെപ്റ്റാണ് എവ്രി മാൻ വുമൺ ആൻഡ് ചൈൽഡ് ഡാഷ് ഈക്വൽ ബിഫോർ ദ ലോ. അതായത് ഇതെന്താ ഉദ്ദേശിക്കുന്നത്, ഇവരെല്ലാവരും ലോയുടെ മുന്നിൽ, നിയമത്തിൻ്റെ മുന്നിൽ ഈക്വൽ ആണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇത് എന്ത് കോൺസെപ്റ്റാണ് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഡീൽ ചെയ്തില്ലേ, സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻ്റ് ആണ്. അതായത് ഇവിടെ ഏത് വേർബാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ്, അല്ലെങ്കിൽ കോൺകോഡ് എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം ഇവിടെ എത്ര പേരുണ്ട്, മാൻ, വുമൺ, ചൈൽഡ്, കുറേ ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ ഒരു മൈൻഡിൽ ഉടനെ തന്നെ ആദ്യം ചിലപ്പോൾ കയറും കുറേ ആൾക്കാരെന്ന് പറയുമ്പോൾ പിന്നെ പ്ലൂരൽ ആയിരിക്കില്ല, നമ്മൾ അങ്ങനെയാണല്ലോ പഠിച്ചത്. ഇതാണ് PSC വളരെ ട്രിക്കിയാണ്, പക്ഷേ നമ്മളെ അത്ര വേഗം ഒന്നും വിടില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ് വളരെ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇത് കോൺകോഡാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് എന്താ കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കാം. ഈ ഒരു വാക്കുണ്ടല്ലോ, ഇത് എല്ലാവരെയും കൺഫ്യൂസ്ഡ് ആക്കുന്ന, കുഴപ്പിക്കുന്ന ഒരു വാക്ക് എവ്രി എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ മലയാളം മീനിങ് ഓരോ എന്നാണ്. ഓരോ, അതായത് ഓരോ ആണും അല്ലെങ്കിൽ ഓരോ പുരുഷനും ഓരോ സ്ത്രീയും ഓരോ കുട്ടിയും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇനി അതൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയേ. അതായത് ഓരോ ആണും ഓരോ പെണ്ണും ഓരോ കുട്ടിയും. സിംഗുലർ ആണോ പ്ലൂരൽ ആണോ? സിംഗുലർ ആണ്. എവ്രി എന്ന് പറഞ്ഞാൽ പിന്നെ അത് എന്താണ്, സിംഗുലർ ആണ്. ഈ ഒരു കോൺസെപ്റ്റ് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. എവ്രി എന്ന് പറഞ്ഞാൽ എല്ലാ എന്നുള്ളതല്ല അർത്ഥം, എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകളും എന്നുള്ളതല്ല. എവ്രി എന്ന് പറഞ്ഞാൽ ഓരോ എന്നാണ് അർത്ഥം. ഇപ്പം കാര്യം ക്ലിക്കായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എവ്രി എന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോഴും എന്തായിരിക്കും, സിംഗുലർ വേർബ് ആയിരിക്കും. സബ്ജക്റ്റിൽ എവ്രി എന്ന് പറഞ്ഞാൽ വേർബ് എന്താണ്, സിംഗുലർ ആണ്, കാരണം എവ്രി സിംഗുലർ അല്ലേ. അപ്പം ഓരോ സ്ത്രീയും ഓരോ പുരുഷനും ഓരോ കുട്ടിയും നിയമത്തിൻ്റെ മുന്നിൽ ഈക്വൽ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ വരിക, ആർ എന്തായാലും വരില്ല, അപ്പോൾ ഇതല്ല, അപ്പോൾ എലിമിനേഷൻ പ്രോസസ്സ്. വേറും എന്തായാലും വരില്ല, കാരണം ആറും വേറും ഒക്കെ നമ്മൾ പ്ലൂരലിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇനി ഇവിടെ ആൻസർ എന്താണ്, സിംഗുലർ. അപ്പോൾ ഇവിടെ സിംഗുലർ വേർബ് എന്ന് നിങ്ങൾ കാണുന്ന ഏതാണ്, ഈസ് ആണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ ഏതാണ്, ഈസ് ആണ്. അപ്പോൾ നോക്കിക്കേ, എവ്രി മാൻ, വുമൺ ആൻഡ് ചൈൽഡ് ഈസ് ഈക്വൽ ബിഫോർ ലോ. ഒരിക്കലും ഇവിടെ ചാടിക്കയറി ഇത്രയും പേര് ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ചാടിക്കയറി നമ്മൾ ആറ് എഴുതരുത്, കാരണം ഇത്രയും പേരുണ്ടെങ്കിലും ഇതെല്ലാം ഓരോന്നാണ് അർത്ഥം. പക്ഷെ ആ സമയത്ത് ഈ എവ്രിക്ക് പകരം ഓൾ എന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക, അവിടെ നമ്മൾ ആറാണ്. ഓൾ എന്ന് പറഞ്ഞാലാണ് എല്ലാം എന്നർത്ഥം. ഇപ്പം ഞാൻ പറയാണ്, എല്ലാ ഇന്ത്യൻ സിറ്റിസൻസും നിയമത്തിന് മുന്നിൽ ഈക്വൽ ആണ്. ഓൾ ഇന്ത്യൻ സിറ്റിസൻസ് ആർ ഈക്വൽ ബിഫോർ ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എവ്രി എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, അതിന് മലയാള അർത്ഥം ഓരോന്നാണ്. നേരെ മറിച്ച് ഓൾ എന്ന് പറഞ്ഞാലാണ് എന്ത്, എല്ലാം. അപ്പോൾ ഓൾ ഇന്ത്യൻ സിറ്റിസൻസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ വരിക, ആറാണ് വരുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ് നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി. വളരെ സിമ്പിൾ ആൻഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. പക്ഷേ ഇതിങ്ങനെ നമ്മളെ എന്താ പറയുക, കുഴപ്പിക്കാൻ വേണ്ടി PSC ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇട്ട് തരുന്ന കോൺസെപ്റ്റാണ്. പക്ഷേ നമ്മൾ അത് വളരെ എന്താ പറയുക, മനസ്സിലാക്കിയെടുത്താൽ ഇത്രത്തോളം സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റ് വേറെ ഇല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാം അല്ലേ. നമ്മുടെ അടുത്ത കോൺസെപ്റ്റ്, ഇഫ് ഐ ഡാഷ് ടോളർ ഐ ഡാഷ് ദ യൂണിവേഴ്സിറ്റി ബാസ്കറ്റ്ബോൾ ടീം എന്നുള്ളതാണ്. നമുക്കറിയാം ഇത് ഏതാണ്,
ഇഫ് ക്ലോസ് ആണ്. ഇഫ് അവിടെ ഉണ്ട്. ഇതവർ ഇൻവേഴ്സ് ഫോമിലൊന്നും അല്ല, സാധാ ഇഫിൻ തന്നെയാണ് തുടങ്ങുന്നത്. നേരത്തെ നമ്മളൊരു കണ്ടീഷണൽ ക്ലോസ് പഠിച്ചു, പക്ഷെ അതവർ ഇഫിന്നല്ല തുടങ്ങിയത്, തല തിരിച്ചാ ചോദിച്ചത്. പക്ഷെ നമുക്ക് എങ്ങനെ ചോദിച്ചാലും കുഴപ്പമില്ല. ഇവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ, വളരെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അതായത് ഞാൻ ടോളർ ആയിരുന്നെങ്കിൽ എന്നാണ്. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ നിങ്ങളോട്, നിങ്ങളിത് വിട്ടേക്ക്, ഞാൻ പറയാണ്, ഞാൻ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നെങ്കിൽ ഞാൻ ടാക്സ് ഒക്കെ റെഡ്യൂസ് ചെയ്തേനെ. ഞാൻ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആണോ? അല്ല. അതായത് ഞാനിതിന് ഇമാജിൻ ചെയ്യുന്ന സിറ്റുവേഷനാണ് അല്ലേ. അല്ലെ ഞാൻ പറയണേ, ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ ഞാൻ പറന്നേനെ. ഞാൻ പക്ഷിയല്ല, ഞാൻ പ്രൈം മിനിസ്റ്ററും അല്ല. നമ്മളിതൊക്കെ റിയൽ സിറ്റുവേഷൻ അല്ല, അൺറിയൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇമാജിൻ ചെയ്യുന്ന സിറ്റുവേഷനാണ്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? വേർ എന്നുള്ള വേർബാണ് നമ്മളിവിടെ, ഓക്സിലറി വേർബാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഞാൻ പറയാണ്, ഞാൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നെങ്കിൽ, ഞാൻ പ്രൈം മിനിസ്റ്റർ അല്ല. അപ്പോൾ ഇഫ് ഐ വാസ് ദ പ്രൈം മിനിസ്റ്റർ അല്ല. പക്ഷെ സത്യം പറഞ്ഞാൽ ഒരിക്കലും ഐയുടെ കൂടെ വേർ വരില്ല, എക്സെപ്റ്റ് ദിസ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ ഒഴിച്ച് വേറെ എല്ലാ സിറ്റുവേഷനിലും ഐയുടെ കൂടെ വാസാണ് വരുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള നടക്കാത്ത സംഭവങ്ങൾ, അൺറിയൽ അല്ലെങ്കിൽ ഇമാജിനറി കാര്യങ്ങൾ പറയുമ്പം ഐയുടെ കൂടെ എപ്പോഴും എന്താ വരിക? വേറാണ് വരുന്നത്. ഇവിടെ ഞാൻ ടോളർ ആയിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. അതായത് ഞാൻ ടോളർ അല്ല. പക്ഷെ നമ്മൾ സങ്കല്പിക്കുകയാണ് ഞാൻ അതായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പം ഇഫ് ഐ ഇവിടെ എന്തായിരിക്കും വരിക? വേർ എന്നായിരിക്കും വരിക. നമുക്ക് നോക്കാം ഈ വേർ എന്നുള്ളത് ഓപ്ഷനിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതില്ല. അപ്പോൾ ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇതാ, യെസ്, വേർ. രണ്ട് സ്ഥലത്ത് എന്ത് വന്നു? വേർ വന്നു. അപ്പോൾ എയും ബിയും അല്ല എന്നുള്ളത് നമ്മുടെ എലിമിനേഷൻ പ്രോസസ്സിൽ നമുക്ക് മനസ്സിലായി. ഇനി നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്നത് സി ആണോ ഡി ആണോ എന്നുള്ളതാണ്. നോ പ്രോബ്ലം. ഇഫ് ഐ വേർ ടോളർ, ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വുഡേ വരുള്ളൂ, വേറെ ഒന്നും നോക്കണ്ട, വുഡേ വരുള്ളൂ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞൊരു എക്സാമ്പിൾ ഇല്ലേ, ഞാൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നെങ്കിൽ ഞാൻ ടാക്സ് റെഡ്യൂസ് ചെയ്തേനെ എന്നാണെങ്കിൽ എങ്ങനെയായിരിക്കും? യെസ്, ഇഫ് ഐ വേർ ദ പ്രൈം മിനിസ്റ്റർ ഐ വുഡ് റെഡ്യൂസ് ദ ടാക്സസ്. ഞാൻ പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ പറന്നേനെ എന്നെങ്ങനെ പറയാം? ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ എന്നുള്ളതാണ്. ഇത് ഇഫ് ക്ലോസിൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്കറിയാം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ വരുന്നത്? വുഡാണ് വരുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് വരുള്ളൂ? വുഡ് ഹാവ് എന്ന് വരുള്ളൂ. അപ്പം ഇത് എന്ന് പറയുന്നത് ഈ അൺറിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അൺറിയൽ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ ടോളായിരുന്നെങ്കിൽ ഞാൻ യൂണിവേഴ്സിറ്റി ബാസ്കറ്റ്ബോൾ ടീം ലീഡ് ചെയ്തേനെ എന്നാണ്. അപ്പോൾ ഇവിടെ വുഡേ വരുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ആ ഒരു ഓപ്ഷൻ ഐ വുഡ് ലീഡ്. ഇവിടെ വുഡ് ഹാവ് ഉണ്ട്, ഇതല്ല. ഇവിടെ വുഡ് ഹാവ് ഉണ്ട്, അതൊരിക്കലും വരില്ല. അപ്പം ഇഫ് ഐ വേർ ടോളർ ഐ വുഡ് ലീഡ്. അപ്പോൾ യെസ്, അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നത് നമ്മുടെ ഓപ്ഷൻ സി ആണ്. ദെർഫോർ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തൊരു ഇത് തരാം, നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ്, അവൾ ബോസ് ആയിരുന്നെങ്കിൽ അവളത് മാനേജ് ചെയ്തേനെ. നിങ്ങളത് എങ്ങനെ പറയും? അവൾ ബോസ് ആണോ? അല്ല, നമ്മളിത് ഇമാജിൻ ചെയ്ത് പറയാം അല്ലേ. അവൾ ബോസ് ആയിരുന്നെങ്കിൽ അവൾ ഇതെല്ലാം മാനേജ് ചെയ്തേനെ. അപ്പോൾ എങ്ങനെ പറയും? ഇഫ് ഷീയുടെ ഒക്കെ കൂടെ നോർമലി വാസാ യൂസ് ചെയ്യുക. പക്ഷേ ഇത് അൺറിയൽ ആയിട്ടൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യണം? വേർ യൂസ് ചെയ്യണം. സോ ഇഫ് ഷീ വേർ ദ ബോസ്, ഷീ എന്താകും? വുഡാകും. ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞാൽ പിന്നെ എന്താ വരിക? വുഡാണ് വരിക. ഷീ വുഡ് മാനേജ് ദിസ്. അവളിത് മാനേജ് ചെയ്തേനെ. അപ്പം ഇങ്ങനെയുള്ള ഇമാജിനറി കാര്യങ്ങൾ അല്ലെങ്കിൽ അൺറിയൽ സിറ്റുവേഷൻ വരുമ്പം വേറും പിന്നെ ഇവിടെ എന്താണ്? വുഡുമാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതാണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. ഇത് ഇഫ് ക്ലോസിൻ്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് മറ്റൊരു കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാം. യെസ്, മറ്റൊരു കോൺസെപ്റ്റ്. ഐ മെറ്റ് ഡാഷ് യൂറോപ്യൻ മാൻ ഓൺ ദ ട്രിപ്പ്. ഓപ്ഷൻ കാണുമ്പോഴേ നമുക്കറിയാം ആർട്ടിക്കിൾസ് ആണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ എത്ര ആർട്ടിക്കിൾസ് ഉണ്ട് ഇംഗ്ലീഷിൽ? വെരി ഗുഡ്, 3 ആർട്ടിക്കിൾസ്, എ ആൻഡ് ദ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏത് ആർട്ടിക്കിളാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഐ മെറ്റ് ഡാഷ് യൂറോപ്യൻ മാൻ ഓൺ ദ ട്രിപ്പ്. നമ്മളെ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്
ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ആൻ യൂസ് ചെയ്യണം. അതായത് വവൽസ് വരുമ്പം നമ്മൾ ആൻ യൂസ് ചെയ്യണം. ബാക്കിയെല്ലാം വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? എ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഇവിടെ ഉണ്ട്, ഈ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചാടി കയറി എന്തെഴുതും? ആൻ എന്നെഴുതും. തെറ്റാണ്. അക്ഷരമല്ല നോക്കേണ്ടത്, സൗണ്ടാണ് നോക്കേണ്ടത്. എ ഇ ഐ ഒ യു എന്ന് ഇനി തൊട്ട് പഠിക്കരുത്. ഇത് ശരിക്കും അ എ ഇ ഒ ഉ, ഇതാണ് ഈ സൗണ്ട്. വേണം നമുക്കൊന്ന് മലയാളത്തിൽ എഴുതാം. അ എ ഇ ഒ ഉ. ഇത് യു അല്ല, എന്താണ്? ഉ. അപ്പം ഈ ലെറ്റേഴ്സ് ഒരിക്കലും നോക്കരുത്. ഈ സൗണ്ട്സ് വരുന്നുണ്ടെങ്കിൽ, ഈ ശബ്ദം വരുന്നുണ്ടെങ്കിലാണ്, വവൽ ലെറ്റേഴ്സ് അല്ല, വവൽ സൗണ്ട്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. അപ്പോൾ ഈ വവൽ സൗണ്ട്സ് വരുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഏത് ആർട്ടിക്കിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ആൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈ സൗണ്ട് അല്ലെങ്കിലാണ് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ദ ഒന്നും ഇവിടെ വരില്ല. കാരണം ദ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദ സൺ, ദ മൂൺ, അല്ലെങ്കിൽ എന്താണ് ദ പ്രൈം മിനിസ്റ്റർ, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ്. അല്ലെങ്കിൽ ദ ഗംഗ, ദ യമുന, റിവേഴ്സിൻ്റെ കാര്യം പറയുമ്പം, അല്ലെങ്കിൽ വേൾഡ് വണ്ടേഴ്സ്, ലോകത്തിലെ എല്ലാം ഒന്നൊന്നുള്ളത് വീതം. ഇപ്പോൾ താജ്മഹൽ ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ദ അല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതങ്ങ് എലിമിനേറ്റ് ചെയ്ത് വിട്ടേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഡൗട്ട് ആൻ ആണോ എ ആണോ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, ചാടിക്കയറി എന്തെഴുതി വെക്കരുത്? ഈ കണ്ടു എന്ന് വിചാരിച്ച് ആൻ എഴുതി വെക്കരുത്. ശബ്ദമാണ് നോക്കണ്ടേ. യൂറോപ്യൻ, യു സൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാ? യാന്നാണ് സൗണ്ട് ചെയ്യുന്നത്. യൂറോപ്യൻ, യായാണ് സൗണ്ട് ചെയ്യുന്നത് അല്ലേ? യായാണ് ഇവിടെ സൗണ്ട് ചെയ്യുന്നത്. യാന്നുള്ളൊരു ശബ്ദം ഇവിടെ ഉണ്ടോ? ഊന്നുള്ള സൗണ്ടാണ്. ഞാൻ പറയുന്നത് യു എന്ന് വായിക്കരുത്, ഊന്നാണ് വായിക്കുന്നത്. അപ്പം യൂറോപ്യൻ എന്ന് പറയുമ്പം സൗണ്ട് ഏതാണ്? യാ എന്നുള്ള സൗണ്ടാണ് വരുന്നത്. യാ എന്നുള്ളത് ഒരു കോൺസണന്റ് സൗണ്ടാണ്. അപ്പം കോൺസണന്റ് ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? എ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഐ മെറ്റ് എ യൂറോപ്യൻ. അപ്പോൾ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓപ്ഷൻ സി ആണ്. അതായത് എ ആണ് ആർട്ടിക്കിൾ കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ചാടിക്കയറി ആൻ എന്ന് എഴുതരുത്. സൗണ്ട് നോക്കി ശീലിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് ഈ ഒരു കോൺസെപ്റ്റ് അറിയാത്ത ആൾക്കാരാണെങ്കിൽ, നമ്മളെ പണ്ട് പഠിപ്പിച്ചായിരിക്കും, നമ്മൾ പണ്ട് പഠിച്ചൊരു ഐഡിയോളജി വെച്ചിട്ട്, നമ്മുടെ ഒരു ഐഡിയ വെച്ച് നമ്മൾ എങ്ങനെയാ പറയുക? എ ഇ ഐ ഒ യു, ഈ ഇവിടെ ഉണ്ടല്ലോ, അപ്പം പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും ആൻ ആയിരിക്കുമല്ലോ എന്ന് വിചാരിക്കും. തെറ്റാണ്. വവൽ സൗണ്ട്സേ ഇംഗ്ലീഷിലുള്ളൂ, വവൽ ലെറ്റേഴ്സ് ഇല്ല. അപ്പോൾ ഈ സൗണ്ട് ഒന്നും കൂടെ നിങ്ങൾക്ക് എന്താ പറയുക, മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ എഴുതി വയ്ക്കാം. അ എ ഇ ഒ ഉ എന്നാണ് സൗണ്ട്, യു അല്ല. അപ്പോൾ ഇവിടെ യാ എന്നുള്ള സൗണ്ട് വവൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എ ആണ് കൊടുക്കുന്നത്. ഇത്രയും ശബ്ദങ്ങൾ വന്നാൽ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ആൻ എന്നുള്ള ആർട്ടിക്കിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഒരു കോൺസെപ്റ്റ് ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാ, ഇതെങ്ങനെ വായിക്കും? 1 rupee നോട്ട്. എ 1 rupee നോട്ട് എന്നാണോ പറയുക? ആൻ 1 rupee നോട്ട് എന്നാണോ പറയാം? നമ്മൾ പണ്ട് പഠിച്ച രീതിയാണെങ്കിൽ നമുക്കറിയാം എ ഇ ഐ ഒ യു. ഒ ഇവിടെ ഉണ്ട്, ഇവിടെയും ഒ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും ആൻ അല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പം നമുക്കറിയാം ലെറ്റേഴ്സ് അല്ല, ശബ്ദമാണ് നോക്കണ്ടേന്നുള്ളത് അല്ലേ? ആ എ ഇ ഒ ഉ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? വാ. 1 rupee നോട്ട്, വാ എന്നുള്ള സൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാ എന്നുള്ള സൗണ്ട് ഇവിടെ ഇല്ല. അപ്പം അതൊരു കോൺസണൻ്റ് ആയിട്ടുള്ളൊരു സൗണ്ടാണ്. അപ്പം എ 1 rupee നോട്ടാണ് അല്ലേ? എന്താണ്? എ 1 rupee നോട്ട്. അപ്പം നിങ്ങൾ ഈ ലെറ്റർ എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. നിങ്ങൾ നോക്കേണ്ടത് സൗണ്ടാണ്. ഈ ഒരു സൗണ്ട് വരുന്നുണ്ടെങ്കിൽ വവൽ, ഇതിനപ്പുറത്തേക്കുള്ള സൗണ്ട് വരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ധൈര്യമായിട്ട് കോൺസണൻ്റ് ആയിരിക്കും. ഓക്കെ. ഈ ഒരു കോൺസെപ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ കിട്ടുന്നതേ ഉള്ളൂ, റെഡി ആവും. അപ്പോൾ ലെറ്റർ നോക്കാതിരുന്നാൽ മതി. കണ്ടോ, ഇത്രയും ട്രിക്കി ആയിട്ടുള്ള സംഭവങ്ങളാണ് ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് ഇത് വളരെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക്, അല്ലെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം അല്ലേ? അപ്പോൾ അടുത്തൊരു കോൺസെപ്റ്റാണ് ടു ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ് മീൻസ്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്നൊക്കെ നമ്മൾ എന്താ ഇതിനെ പറയാറ്? ടു ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ്, അല്ലെങ്കിൽ വൺസ് ഇൻ എ ബ്ലൂ മൂൺ, പീസ് ഓഫ് കേക്ക്, ഹെർക്കൂലിയൻ ടാസ്ക്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെ നമ്മൾ ഇംഗ്ലീഷിൽ ഇഡിയംസ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ പൊതുവെ ഇഡിയംസ്, ഫ്രേസൽ വേർബ്സ്, ഇതൊക്കെ PSC ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ച് കാണാറുണ്ട് ഇംഗ്ലീഷിൽ.
അപ്പോൾ ചിലപ്പോൾ ഒരു സെൻറ്റൻസ് തന്നിട്ട് ആ സെൻറ്റൻസിലുള്ള ഇഡിയംസിൻ്റെ മീനിങ് ആയിരിക്കും ചോദിക്കുന്നത്. ചിലപ്പം ഇങ്ങനെ ഒരു ഒറ്റ അടിക്ക് ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ഞാനൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തതാണ്. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചത്. ടു ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ് മീൻസ്. അപ്പോൾ ഇഡിയംസ് ശരിക്കും നമ്മൾ ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ചിലതൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളത് പഠിക്കുക തന്നെ വേണം. ചിലത് നമുക്കൊരു ഐഡിയ കിട്ടും അല്ലേ. അപ്പോൾ ടു ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ വളരെയധികം അങ്ങോട്ട് എന്താ പറയുക, അങ്ങോട്ട് നമ്മൾ പറയില്ലേ കൂപ്പ് കുത്തിപ്പോയി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മിസറബ്ലി ഫെയിലായിപ്പോയി, തോറ്റുപോയി എന്നൊക്കെയുള്ള മീനിങ് ആണ് വരുന്നത്. ടു ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെയധികം 8 നിലയിൽ പൊട്ടി. അത് തന്നെ ആ വാക്ക് കിട്ടുന്നില്ല, 8 നിലയിൽ പൊട്ടി എന്നൊക്കെ നമ്മൾ പറയും. എന്നുവെച്ചാൽ ഭയങ്കര ശോകമായിട്ട് അങ്ങോട്ട് പൊട്ടിപ്പോയി എന്നുള്ളത്. അപ്പോൾ ഇതാ ടു ഫൈറ്റ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അല്ല, ടു ജമ്പ് ഇൻ ടു ഫയർ അല്ല, ടു ഡൈ അല്ല, ടു ഫെയിൽ സഡൻലി ആൻഡ് സ്പെക്ടക്കുലർലി. യെസ്, ഫെയിൽ എന്നുള്ളൊരു വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞു. 8 നിലയിൽ പൊട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടു ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ്. അപ്പോൾ ഇത് യെസ് എന്താണ്, ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതൊന്നും നമുക്ക് ഈ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഊഹിച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് ടാസ്ക്കാന്ന് എനിക്ക് അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കുറേയൊക്കെ ബൈ ഹാർട്ട് പഠിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഡൊക്കെ യൂസ് ചെയ്തിട്ടേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ടു ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ്, ഗോ ഡൗൺ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ തോൽക്കുക എന്നുള്ളതാണ്. ആ ഒരു കോഡ് യൂസ് ചെയ്തോളൂ. ഗോ ഡൗൺ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, താഴേക്ക് 8 നിലയിൽ പൊട്ടി എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ടു ഡൈ, ഞാനൊരു എക്സ്ട്രാ ഒരു കാര്യം പറയാം. ടു ഡൈ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ വളരെ രസകരമായിട്ടുള്ള ഒരു ഇഡിയം ഉണ്ട്. നമ്മൾ കേട്ടാൽ പോലും നമുക്ക് തോന്നും ഇത് ആരുണ്ടാക്കിയ ഇഡിയമാണ് എന്നുള്ളത്. ടു ഡൈ എന്നുള്ളതിന് കിക്ക് ദ ബക്കറ്റ് എന്ന് പറയാറുണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് വളരെ വിയേർഡായിട്ട് അല്ലെങ്കിൽ ഭയങ്കര രസമായിട്ട് തോന്നും. കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ബക്കറ്റ് ചവിട്ടി തെറിപ്പിക്കുക എന്നുള്ള മീനിങ് അല്ല, ടു ഡൈ എന്നാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ തരാം, ജസ്റ്റ് എക്സാമ്പിൾ സെൻസിൽ മാത്രം എടുത്താൽ മതി. ഗ്രാൻഡ് പാ കിക്ക് ദ ബക്കറ്റ് ലാസ്റ്റ് നൈറ്റ്. ഗ്രാൻഡ് പാ കിക്ഡ്. ഇതൊക്കെ എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് കേട്ടോ. കാരണം ഇത് നോർമലി അറിയാത്ത ആൾക്കാർക്ക് ഇത് ഗസ് ചെയ്യാൻ പറ്റത്തില്ല, അറിയുമെങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റ് ആവുള്ളൂ. സോ ഗ്രാൻഡ് പാ കിക്ക് ദ ബക്കറ്റ് ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ രാത്രി ഗ്രാൻഡ് പാ ബക്കറ്റ് ചവിട്ടി തെറിപ്പിച്ചു എന്നുള്ളതല്ല, ഗ്രാൻഡ് പാ മരിച്ചുപോയി എന്നുള്ളതാണ് ഡൈ. പണ്ട് ഇത്രയും ട്രിക്കി ആയിട്ട് ഇതൊക്കെ കാണാറുണ്ട് ഇങ്ങനെയുള്ള എക്സാംസിന്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ച് കാണാറുണ്ട്. പക്ഷേ ഇത് പക്ഷേ അങ്ങനെ മോഡേൺ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാറില്ല. അപ്പോൾ കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ഡൈ എന്നുള്ളതാണ്. അപ്പോൾ കണ്ടോ, അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 2 ഇഡിയം പഠിച്ചു. ചിലപ്പം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മൊത്തം തരും, ഗ്രാൻഡ് പാ കിക്ക് ദ ബക്കറ്റ് ലാസ്റ്റ് നൈറ്റ്, എന്നിട്ട് അതിനകത്ത് കിക്ക് ദ ബക്കറ്റ് എന്നുള്ള ഇഡിയമിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത് നമ്മളോട് സ്വയം ഇൻഫർ ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ചിലപ്പം ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ ടു ഗോ ഡൗൺ എന്ന് പറഞ്ഞാൽ മീനിങ് 8 നിലയിൽ പൊട്ടുക, ടു ഫെയിൽ സഡൻലി ആൻഡ് സ്പെക്ടക്കുലർലി എന്നുള്ളതാണ്. അപ്പോൾ യെസ്, ഇഡിയംസ് ഫ്രേസൽ വേർബ്സ് ഒക്കെ പൊതുവെ ചോദിച്ചു കാണാറുണ്ട്. അപ്പം ഇഡിയംസും ഫ്രേസൽ വേർബ്സും മാക്സിമം നോക്കി തന്നെ കവറപ്പ് ചെയ്തിട്ട് തന്നെ എക്സാമിന് പോവാം. അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോയാലോ. മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. COVID-19 ഡാഷ് ഇൻ ദ റിലീഫ് ക്യാമ്പ്സ്. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇഡിയം ആണെങ്കിൽ ഇതെന്താണ്, ഇഡിയം അല്ല. സോ ദീസ് ആർ നോൺ ആസ്, ഇതിനെ പറയുന്ന പേരാണ് ഫ്രേസൽ വേർബ്സ്. ഇതിനെ പറയുന്ന പേരാണ് ഫ്രേസൽ വേർബ്സ്. ഫ്രേസൽ വേർബ്സ് എന്നുള്ളത്. അപ്പോൾ COVID-19 ഡാഷ് ഇൻ ദ റിലീഫ് ക്യാമ്പ്സ് എല്ലാം ബ്രേക്ക് വെച്ചിട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. ബ്രേക്ക് എവേ അല്ലെങ്കിൽ ബ്രേക്സ് എവേ എന്നുള്ള മീനിങ് എന്താണ്? ബ്രേക്ക് അവേ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് എസ്കേപ്പ് ആവുക എന്നുള്ള മീനിങ് ആണ്. എന്താണ് എസ്കേപ്പ് ആവുക എന്നുള്ളത്? ഞാൻ പറയാണ്, എന്താ പറയുക, കുറ്റവാളി ജയിലിൽ ചാടി, ദ പ്രിസണർ ബ്രോക്ക് അവേ ദ പ്രിസണർ. ബ്രേക്ക് അവേ എന്നുള്ളതിൻ്റെ പാസ്റ്റ് എന്തായിരിക്കും? ബ്രോക്ക് അവേ എന്നായിരിക്കും. അപ്പം ദ പ്രിസണർ ബ്രോക്ക് അവേ എന്ന് പറഞ്ഞാൽ ജയിൽ ചാടി, അല്ലെങ്കിൽ ജയിൽ ചാടി എന്ന് മാത്രമല്ല ഒരു സ്ഥലത്ത് നിന്ന് മുങ്ങി എസ്കേപ്പ് ആവുക എന്നുള്ള മീനിങ് ആണ്. COVID-19 റിലീഫ് ക്യാമ്പിൽ നിന്ന് എസ്കേപ്പ് ആയി എന്ന് പറഞ്ഞാൽ ഡസൻറ്റ് മേക്ക് എനി സെൻസ്, അതിനകത്തൊരു ലോജിക് ഇല്ല. അപ്പോൾ അതല്ല. ഇനി ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ എന്താണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ ബ്രേക്സ് ഡൗൺ. ബ്രേക്ക് ഡൗൺ ആവുമെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതാണ്. വണ്ടി ബ്രേക്ക് ഡൗൺ ആവുക, മൈ കാർ ബ്രോക്ക് ഡൗൺ, എൻ്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറയാം. ബ്രേക്ക് ഡൗണിന് മറ്റൊരു മീനിങ് കൂടെ ഉണ്ട്, പെട്ടെന്ന് ഇമോഷൻസ് ഒക്കെ പൊട്ടിപ്പുറപ്പെട്ടു. ഷീ ബ്രോക്ക് ഡൗൺ ഇൻ ടു ടിയേഴ്സ്. ഇമോഷനൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയും ബ്രോക്ക് ഡൗൺ എന്ന് പറയാറുണ്ട്. അപ്പോൾ വണ്ടി പഞ്ചറാവുന്നതിനെയും ബ്രേക്ക് ഡൗൺ ആവുന്നതിനെയും ബ്രേക്ക് ഡൗൺ എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വിങ്ങിപ്പൊട്ടി കരയുന്നതിനെയും നമ്മൾ എന്ത് പറയാറുണ്ട്?
ബ്രേക്ക് ഡൗൺ എന്ന് പറയാറുണ്ട്. ഷീ ബ്രോക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ, അവൾ വളരെ മാനസികമായിട്ട് അല്ലെങ്കിൽ ഇമോഷണലി തുറന്നു കാണിച്ചു അല്ലെങ്കിൽ കരഞ്ഞു എന്നുള്ള മീനിങ് ആണ് ഷീ ബ്രോക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് ബ്രേക്ക് ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് ഇടിച്ചു കയറി വരിക എന്നാണ് പറയുക. ഓക്കെ, ഒരു സ്ഥലത്തേക്ക് ഇടിച്ചു കയറി വരിക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഇടിച്ചു കയറി വരിക, COVID-19 റിലീഫ് ക്യാമ്പിലേക്ക് ഇടിച്ചു കയറി വന്നു എന്ന് പറഞ്ഞാലും അതിൽ യാതൊരു സെൻസും ഇല്ല. ഇനി അടുത്തത് നോക്കാം, ബ്രേക്ക് ഔട്ട്. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ളത്. അതായത് പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ളതാണ് ബ്രേക്ക് ഡൗണിൻ്റെ മീനിങ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രേക്ക് ഔട്ടിൻ്റെ മീനിങ്, അതായത് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു, ഒരു അസുഖം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ മലയാളത്തിൽ വാർത്തകളൊക്കെ കേൾക്കാറുണ്ട് COVID-19 പൊട്ടിപ്പുറപ്പെട്ടു അല്ലെങ്കിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ലോജിക്കലി നോക്കുമ്പം ഇതാണ് അതിൻ്റെ കറക്റ്റ് വൺ. അപ്പം COVID-19 ബ്രേക്സ് ഔട്ട് ഇൻ ദ റിലീഫ് ക്യാമ്പുകളിൽ COVID-19 പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുക അല്ലെങ്കിൽ ഒരു ഡിസീസ്, ഒരു കണ്ടേജിയസ് ആയിട്ടുള്ള ഒരു ഡിസീസ് പൊട്ടിപ്പുറപ്പെടുക എന്നൊക്കെ പറയുന്നതിന് നമ്മൾ ബ്രേക്ക് ഔട്ട് എന്നാണ് പറയുക. അപ്പം ഇതും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് തന്നെയാണ്. അതായത് ഇഡിയംസിനേക്കാളും കുറച്ചും കൂടെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു സെഗ്മെൻ്റ് ആണ് ഫ്രേസൽ വേർബ് എന്നുള്ളത്. ചിലതൊക്കെ നമുക്ക് ഐഡിയ കിട്ടും, പക്ഷേ നമ്മൾ മാക്സിമം കവറപ്പ് ചെയ്യുക അല്ലെങ്കിൽ മാക്സിമം അത് ലേൺ ചെയ്യുക എന്നുള്ളത്. പിന്നെ ചില കോഡൊക്കെ യൂസ് ചെയ്യാം ഒരു പരിധി വരെ എന്നല്ലാതെ അതിന് അങ്ങനെ വേറെ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെത്തഡോളജി ഇല്ല. അപ്പോൾ മാക്സിമം നമ്മൾ കവറപ്പ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ച് കോമൺ ആയിട്ടുള്ള എന്താ പറയുക, നമ്മൾ കേൾക്കാത്തത് പൊതുവെ അവർ ചോദിച്ച് കണ്ടിട്ടില്ല. ഇതൊക്കെ നമ്മൾ ഡെയിലി ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ന്യൂസ് പേപ്പറിലൊക്കെ, ഇത് ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു പോലെയുള്ള ന്യൂസ് പേപ്പറിലൊക്കെ ഇത് പൊതുവെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ന്യൂസ് പേപ്പർ വായിച്ചാലും ഫ്രേസൽ വേർബ്സ് നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ബ്രേക്ക് അവേ എന്ന് പറഞ്ഞാൽ ടു എസ്കേപ്പ് ആണ്. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ വണ്ടിയൊക്കെ ബ്രേക്ക് ഡൗൺ ആവുക എന്നുള്ള മീനിങ്ങും ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇമോഷൻ തുറന്നു കാണിക്കുക എന്നുള്ള മീനിങ് ഉണ്ട്. ബ്രേക്ക് ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് ഇടിച്ചു കയറി വരിക. ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പുറപ്പെടുക, ഒരു അസുഖം അല്ലെങ്കിൽ യുദ്ധമൊക്കെ പൊട്ടിപ്പുറപ്പെടുക. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഒരു 10 കോൺസെപ്റ്റ് നമ്മൾ ഡീൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഞാൻ പറയാം, നമ്മുടെ A to Z എന്നുള്ള നമ്മുടെ ഇംഗ്ലീഷിൻ്റെ കോഴ്സ് ഇപ്പം ആപ്പിൽ അവൈലബിൾ ആണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, ക്ലാസ്, അതേപോലെ തന്നെ അതിൻ്റെ 100ഓളം മോഡൽ എക്സാംസ് എല്ലാം വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്രാക്ടീസ് ചെയ്യുക, ഡു പ്രാക്ടീസ്. അതേപോലെ തന്നെ മറ്റൊരു കോൺസെപ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.